ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് കുറച്ച് നേരം അടുക്കളയിലൊന്ന് ചുറ്റിത്തിരിയാണ്. അപ്പോൾ നേരത്തെ തന്നെ അമ്മ ചോറും കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മീൻ പൊരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മീനൊക്കെ പൊരിക്കാൻ നിൽക്കുന്നവരുടെ ചിലർക്കൊന്നും അറിയില്ല. ചിലർ എണ്ണ ചൂടാകുന്നതിന് മുമ്പ് തന്നെ മീൻ അങ്ങോട്ട് ചട്ടിയിലിട്ട് കൊടുക്കും. അപ്പോൾ മീനിൻ്റെ ഈ തൊലിയൊക്കെ ചട്ടിയുടെ അടിഭാഗം പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മീൻ അതിലിട്ട് കൊടുത്താൽ ഇതുപോലെ ചട്ടിയുടെ അടിയിൽ പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് മീൻ പൊരിച്ചെടുക്കുക എന്നുള്ളൊരു ചെറിയ ദൗത്യമാണ് ഞാനിപ്പോൾ ഏറ്റെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അടുക്കളയ്ക്ക് അങ്ങനെ വരാറില്ല. അമ്മയും പിന്നെ നമ്മുടെ നാത്തൂമാരൊക്കെയാണ് അടുക്കളയിൽ ഉണ്ടാവുക. അപ്പോൾ ഇന്നിപ്പോൾ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഇന്ന് ഈ ഒരു പണി ഏറ്റെടുത്തത്. എനിക്ക് നമ്മുടെ ആടുകളും പോത്തുകുട്ടന്മാരും മണിക്കുട്ടിയൊക്കെ വന്നതോടുകൂടി ഈ അടുക്കള ഭാഗത്തേക്കേ ഞാൻ വരാറില്ല. അപ്പോൾ അമ്മ നേരത്തെ ചോറും കറിയൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു പണി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അത് ഞാൻ ചെയ്യാണ്. ഇത് കൂടാതെ നമുക്ക് വേറൊരു പണിയും കൂടെ ഉണ്ട്. ഇവിടെ കേട് വന്ന ആട്ടപ്പൊടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ആടുകൾക്ക് ഇന്ന് നല്ല മഴയാണ്. അപ്പോൾ ആടുകൾക്ക് ഇന്ന് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ആട്ടപ്പൊടി ഈ നമ്മൾ കഞ്ഞിവെള്ളമുണ്ട്, ചോറ് ഊറ്റി വെച്ചതിൻ്റെ കഞ്ഞിവെള്ളത്തിൽ ഈ ആട്ടപ്പൊടി ഇങ്ങനെ അരിച്ചിട്ടിട്ട്, ആട്ടപ്പൊടിയും പിണ്ണാക്കും കൂടിയാണ് ഞാനിപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ടുള്ളത്. അത് രണ്ടും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കും. ഇത് കേട് വന്ന ആട്ടമായതുകൊണ്ട് ഇതാ ഒരുപാട് കുത്തനുണ്ട്. ഇവിടെയൊക്കെ കുത്തന അവർക്ക് പറയൽ, അരിയിലൊക്കെ ഉണ്ടാവുന്ന ആ പുഴുണ്ടല്ലോ. അപ്പോൾ അതിനെ അരിച്ചെടുത്തിട്ട് ഈ പൊടി നന്നായിട്ട് വേവിച്ചെടുക്കും. എന്നിട്ട് കഞ്ഞിവെള്ളത്തിൻ്റെ ഒപ്പം നമ്മൾ ആടുകൾക്കും പോത്തുകുട്ടന്മാർക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്യാറ്. മുമ്പൊക്കെ ഈ ആട്ടപ്പൊടി വേസ്റ്റ് ആകുമ്പോൾ പറമ്പിലും കോഴികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ നമ്മുടെ ആടുകളും പോത്തുകുട്ടന്മാരൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഈ കേട് വന്ന പൊടി വേസ്റ്റ് ആവില്ല. നന്നായിട്ട് വേവിച്ചതിന് ശേഷമാണ് അവർക്ക് കൊടുക്കാറ്. അവർക്കും തന്നെ ഈ പൊടി കേടായതിൻ്റെ പേരിൽ ഒരു വിഷയം വരരുതല്ലോ. അപ്പോൾ നന്നായിട്ട് വേവിച്ചിട്ട് ഇപ്പോൾ ഇതിൽ മറ്റേ പിണ്ണാക്കും ഈ ആട്ടപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കും. അതിനുശേഷം ഇവർക്കൊക്കെ കൊടുക്കും. അപ്പോൾ ചിലരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കലുണ്ട്, ചേച്ചി ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ, അവിടെ പോയി എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും നേരം ഉണ്ടാവില്ല. അതാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റാതിരിക്കുന്നത്.